ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വാരഫലത്തെക്കുറിച്ചാണ്. 2025 മാർച്ച് മാസം 9-ാം തീയതി മുതൽ 15-ാം തീയതി വരെ ഉള്ള ഒരു ആഴ്ച. കൊല്ലവർഷം 1200, കുംഭം 25 ഞായർ മുതൽ മീനം 1 ശനി വരെയുള്ള ഒരു ആഴ്ച. പ്രത്യേകിച്ച് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് പറയുന്നത്. ഇടവം രാശിയിൽ വ്യാഴവും മിഥുനം രാശിയിൽ ചൊവ്വായും, കേതു കന്നി രാശിയിലും, കുംഭത്തിൽ ശനിയും ആദിത്യനും സ്ഥിതി ചെയ്യുന്നു. രാഹുവും ശുക്രനും ബുധനും മീനത്തിലും. പക്ഷഫലത്തോടുകൂടി ചന്ദ്രൻ രാശി മാറുന്നു. മീനം 1-ാം തീയതി ആദിത്യൻ മീനം രാശിയിലേക്ക് മാറും. ഇങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനം ഉള്ള ഒരു ആഴ്ചയാണ്. തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരും. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. സംസാരവും പ്രവൃത്തിയിലെ നയവും ഒക്കെ ഉപയോഗിച്ച് സുഹൃത്തുക്കളെ കൂടെ നിർത്തുവാൻ സാധിക്കുകയും പ്രവർത്തന രംഗത്ത് വിജയിക്കുവാനും സാധിക്കും. ഗൃഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും പൊതുവെ നല്ല ഒരു ഉത്തമമായ ആഴ്ചയാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കുടുംബജീവിതവും സന്തോഷകരമായ ഉല്ലാസയാത്രകൾ പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുമൊക്കെ യോഗമുള്ള ഒരു ആഴ്ചയും. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് രാശിയിൽ തന്നെ വ്യാഴം സ്ഥിതി ചെയ്യും. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. നല്ല പ്രവർത്തന രംഗത്ത് നല്ല അനുഭവങ്ങൾ വന്നു ചേരും. സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും സഹായങ്ങളും സഹകരണങ്ങളും പ്രതീക്ഷിക്കാവുന്ന ആഴ്ചയാണ്. 2-ൽ ചൊവ്വ സ്ഥിതി ചെയ്യുന്നതിനാൽ സംസാരമൊക്കെ വളരെ ശ്രദ്ധിക്കുകയും വേണം. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകുന്നതിനോ മാനാപമാനങ്ങളോ അവിഖ്യാതികളോ ഉണ്ടാകാതെയും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. തൊഴിൽപരമായ തടസ്സങ്ങളോ ക്ലേശങ്ങളോ സൂചകമാണ്. അധ്വാനഭാരം ഏറുന്നതിനും അതിനനുസരിച്ച് എന്നാൽ വേതനം ലഭിച്ചില്ല എന്നുള്ള ഒരു വിഷമം ഉണ്ടാകുന്ന ഒരു ആഴ്ചയുമാണ്. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തായിരിക്കുന്നവർക്കും പൊതുവെ നല്ല ഒരു ആഴ്ച. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണരത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന മിഥുനം രാശിക്കാർക്ക് ദൈവാധീനം കുറഞ്ഞിരിക്കുന്ന ആഴ്ചയാണ്. ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. ഏതെങ്കിലും തരത്തിൽ മാനാപമാനങ്ങളോ അവിഖ്യാതികളോ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കുടുംബത്ത് പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കുക. അത് തൊഴിൽ രംഗത്തും ബാധകമാണ്. തൊഴിൽപരമായിട്ടും സഹപ്രവർത്തകരുടെ നിസ്സഹകരണം ഉണ്ടാകുകയോ തൊഴിൽ പരാജയങ്ങൾ ഉണ്ടാകുന്നതിനോ സൂചനയാണ്. എന്നിരുന്നാലും കലാകാരന്മാരായിരിക്കുന്നവർക്കും മറ്റ് കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വാഹനവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കുമൊക്കെ പുരോഗതി ഉള്ള ഒരു ആഴ്ചയാണ്. പുതിയ വാഹനം വന്നു ചേരുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവർക്ക് വാഹനം വന്നു ചേരുവാൻ യോഗമുള്ള ഒരു ആഴ്ച. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങളും വന്നു ചേരും. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന ഉണർത്തിൻ്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനം വർദ്ധിച്ചിരിക്കും. ആരോഗ്യം പൊതുവെ തൃപ്തികരമാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ പല വിധത്തിൽ ക്ലേശങ്ങൾ ഉണ്ടാകാം. സഹോദര സ്ഥാനികർ മുഖാന്തരമോ സുഹൃത്തുക്കൾ മുഖാന്തരമോ അധിക ധനച്ചെലവ് സൂചകമാണ്. തൊഴിൽ പുരോഗതിയും വന്നു ചേരും. ധന ആഗമന യോഗവും ഉണ്ട്. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന ചിങ്ങം രാശിക്കാർക്ക് പൊതുവെ ആരോഗ്യം തൃപ്തികരമായി.
തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേരുകയും സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്ക് അത്ര ഗുണകരമായിട്ടുള്ള കാലമല്ല. സപ്തമഭാവത്തിൽ 2 ഗ്രഹങ്ങൾ നിൽക്കുന്നു. അവ പരസ്പര ശത്രുക്കളാകയാൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയോ മറ്റ് എതിർലിംഗക്കാരുമൊക്കെ ആയിട്ട് ഏർപ്പെടുന്നത് വളരെ ശ്രദ്ധ ആവശ്യമാണ്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യമുണ്ടാകുവാൻ യോഗമുണ്ട്. കുടുംബപരമായിട്ടും വാഹന സംബന്ധമായിട്ടും ഉത്തമമാണ്. പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കുമൊക്കെ പൊതുവെ ആരോഗ്യപരമായിട്ട് വളരെ തൃപ്തികരമായ ആഴ്ച. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ വളരെ ഐശ്വര്യപൂർണമായ ആഴ്ച. കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിൻ്റെ 2, 3, 4 പാദവും അത്തവും ചിത്രയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവും ഒക്കെ ഉണ്ട്. കുടുംബപരമായിട്ടും ഐശ്വര്യപൂർണമായ കാലം. തൊഴിൽപരമായിട്ടും അഭിവൃദ്ധികൾ വന്നു ചേരും. പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനും നല്ല രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനൊക്കെ യോഗമുണ്ട്. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള പേപ്പറുകളൊക്കെ ശരിയാകുന്നതിനും യോഗമുള്ള ആഴ്ച. ദമ്പതികളായിട്ടുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടാകാതെ നോക്കണം. സപ്തമഭാവത്തിൽ രാഹു സ്ഥിതി ചെയ്യുന്നതിനാൽ പലവിധത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ സൂചകമാണ്. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്തിരയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന തുലാം രാശിക്കാർക്ക് വളരെ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ്. സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനും സൂചനയുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യപരമായ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിക്കണം. ഏതെങ്കിലും രോഗാവസ്ഥകൾ വന്ന് ചേരുകയും അതുമൂലം സാമ്പത്തിക അധിക ചെലവുകൾ വന്നു ചേരുന്നതിനും സൂചനയുണ്ട്. അത് പ്രായമായ കുടുംബത്തുള്ള മാതാപിതാക്കൾ മുഖേനയോ കൊച്ചുകുട്ടികൾ മുഖേനയോ ഒക്കെ പലവിധത്തിലും സാമ്പത്തിക അധിക ചെലവുകൾ വന്നു ചേരുവാൻ സൂചനയുണ്ട്. ഗൃഹം സംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും പൊതുവെ നല്ല ഒരു ആഴ്ച. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ സന്തോഷകരമായ ഒരു ആഴ്ചയാണ്. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ 4 പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവുമുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരും. ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്ക് പാസ്സാകുന്നതിനും പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനൊക്കെയുള്ള അവസരങ്ങൾ ലഭിക്കും. കുടുംബപരമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബത്ത് പരസ്പരം ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം ഉണ്ടാകാം. ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാലം. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുമൊക്കെ യോഗമുണ്ട്. ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനം കുറഞ്ഞിരിക്കുന്നു. വളരെയധികം ജാഗ്രത ഏത് കാര്യത്തിലും അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ധനം കയ്യിൽ കൊണ്ടു നടക്കുന്നവരും ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കും തീരുമാനമെടുക്കുന്നത് തെറ്റിപ്പോകാതെ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കരാർ ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നവരും പണം കടം കൊടുക്കുന്നവരും വാങ്ങുന്നവരും ഒക്കെ ജാഗ്രത പാലിക്കുക. കുടുംബത്ത് പലവിധത്തിലുള്ള അലോസരതകൾ സൂചകമാണ്. അത് തൊഴിൽ രംഗത്തും ബാധകമാണ്. അധിക പാപത്തും തൊഴിൽ രംഗത്തും കുടുംബത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിലും ഉണ്ട്. സ്വന്തമായിട്ട് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. അസമയത്തെ യാത്രകളും ജലയാത്രകളും ഒക്കെ ഒഴിവാക്കേണ്ടതാണ്. പ്രത്യേകിച്ച് പൊക്കത്തിൽ കയറി ജോലി ചെയ്യുന്നവരും അതുപോലെ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവരും അതീവ ജാഗ്രത ആവശ്യമാണ്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്കും നയവും കഴിവും സന്തോഷകരമായ കുടുംബജീവിതത്തിന് അനിവാര്യമാണ്. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവുമുള്ള ആഴ്ചയാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. സംസാരമൊക്കെ വളരെ ശ്രദ്ധിക്കണം. സുഹൃത്തുക്കൾ ശത്രുക്കളാകാതെ ശ്രദ്ധിക്കുക. സുഹൃത്തുക്കൾ മുഖാന്തരം അധിക ധനച്ചെലവുകൾ സൂചകമാണ്. കുടുംബത്ത്
ഭൂമി വന്നു ചേരുന്നതിനും ഭൂമി സംബന്ധമായ കടങ്ങൾ വിട്ടുമാറുന്നതിനും ഒക്കെ യോഗമുള്ള സമയം. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരും. തൊഴിൽ പുരോഗതിയും അതുപോലെ തന്നെ ധന ആഗമന യോഗവും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും. കുംഭം രാശിക്കാരായിരിക്കുന്ന ഔട്ടത്തിൻ്റെ 3, 4 പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങൾ പറഞ്ഞ നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവുമുണ്ട്. എന്നിരുന്നാലും ജന്മത്തിൽ 7.5 ശനി ഇപ്പോൾ ജന്മത്തിലേത് മാറുകയാണ് ഈ മാസം. അപ്പോൾ ജന്മത്തിലെ ശനിയുടെ ദോഷബലങ്ങൾ കുറഞ്ഞു വരും. എങ്കിലും ശനിയുടെ ശത്രുവായ ആദിത്യൻ ജന്മൻ രാശിയായ കുംഭത്തിൽ ഈ ആഴ്ച കൂടി സ്ഥിതി ചെയ്യുന്നതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. ശ്രേയസ്സിനും യശസ്സിനും ഹാനികരമായി ഉള്ള കാര്യങ്ങൾ സംഭവിക്കാതെ വളരെ ശ്രദ്ധിക്കണം. മാനാപമാനങ്ങളോ അവിഖ്യാതികളോ മനസ്സറിയാത്ത കാര്യത്തിന് പോലും സംസാര മധ്യയൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. തൊഴിൽപരമായ ചില വിജയങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതിനും മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി 4-ാം പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനം കുറഞ്ഞിരിക്കുന്നു. എന്നിരുന്നാലും ആരോഗ്യപരമായിട്ട് പൊതുവെ തൃപ്തികരമാണ്. ഞരമ്പ് സംബന്ധമായിട്ടോ ഉദര സംബന്ധമായിട്ടോ ഉള്ള അസുഖങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അതായത് പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുകയും കെമിക്കൽ ചേർന്ന ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുകയും ചെയ്യുക. അതായത് പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ ശ്രദ്ധയോടുകൂടി വേണം ഉപയോഗിക്കുവാനായിട്ട്. കുടുംബത്ത് സന്തോഷവും സമാധാനവുമുള്ള സമയം. ഭൂമി വന്നു ചേരുന്നതിനും അതുപോലെ തന്നെ പാരമ്പര്യമായ സമ്പത്ത് വന്നു ചേരുന്നതിനുമൊക്കെ ഒരു തീരുമാനമാകുന്നതിന് യോഗമുള്ള ആഴ്ച. ദമ്പതികളായിട്ടുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിനോ കേസുകളോ ഒക്കെ ഉണ്ടാകുന്നതിന് സൂചനയുള്ളതിനാൽ അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്ത് ഒത്തുതീർപ്പ്, ക്ഷമ, വിട്ടുവീഴ്ച ഒക്കെ ആവശ്യമാണ്. തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേരും. സുഹൃത്തുക്കൾക്കും സഹോദരസ്ഥാനീയരിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുകയും സഹോദരസ്ഥാനീയർക്ക് ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു ആഴ്ചയാണ്. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും പലവിധ ക്ലേശങ്ങൾ സൂചകവുമാണ്. ദൈവാധീനത്തിനായിട്ട് അധികം പ്രാർത്ഥിക്കുക. ദമ്പതികളായിട്ടുള്ളവർക്കും പലവിധ ക്ലേശങ്ങൾ സൂചകമാണ്. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം ഉണ്ടാകുന്നതിനും സൂചനയുള്ളതിനാൽ എതിർലിംഗക്കാരുമൊക്കെ ആയിട്ട് ഇടപെടുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.